ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പാവക്ക തീയലാണ്. ഇതൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പൊരു പീച്ചിങ്ങ തീയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കണ്ട് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാവക്ക തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. പാവക്ക തീയൽ ഉണ്ടാക്കാനുള്ള പാവക്കയാണിത്. ഇത് എൻ്റെ ഗാർഡനിൽ തന്നെ ഉണ്ടായ പാവക്കയാണ്. ഇത് അധികം വലുതാവില്ല, ഈ സൈസിലേ ആവുള്ളൂ. ഇത് ഏകദേശം ഒരു 300 ഗ്രാം പാവക്ക കാണും. ആദ്യം പാവക്കയുടെ ഈ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നീളത്തിൽ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കണം. ഇനി പാവക്കയുടെ ഉള്ളിലെ കുരുവെല്ലാം നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് ചുരണ്ടി കളയണം. അതിൻ്റെ അകത്ത് കാണുന്ന ആ വെള്ള നിറത്തിലുള്ളതൊക്കെ നന്നായിട്ട് ചുരണ്ടി കളയണം. അതൊക്കെ ഇരുന്ന പാവക്കയ്ക്ക് ഇത്തിരി കയ്പ്പ് കൂടും. ഇനി പാവക്ക കനം കുറച്ച് നേരിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കണം. ഇപ്പോൾ പാവക്കയെല്ലാം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാവക്കയുടെ കയ്പ്പ് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഈ പാവക്കയിൽ കുറച്ച് ഉപ്പ് പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് കളഞ്ഞാൽ പാവക്കയുടെ ആ കയ്പ്പ് ഒന്ന് മാറിക്കിട്ടും. ഇനി പാവക്കക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. തേങ്ങാപ്പീര നമുക്ക് 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ തേങ്ങാപ്പീര എടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉലുവപ്പൊടി, ചെറിയ ഉള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഇത് കറിക്ക് ആവശ്യമായ വാളംപുളിയാണ്. ഞാനിവിടെ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തില് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കൈ കൊണ്ട് തിരുമിയിട്ട് കുറച്ച് സമയം ആ പുളിയെല്ലാം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ തേങ്ങ വറുക്കാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരയും ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കണം. ജീരകം എന്ന് പറഞ്ഞത് ചെറിയ ജീരകമാണ്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി ചേർത്താൽ മതി. ഞാനിവിടെ 2 നുള്ളി ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ ഇതുപോലെ നന്നായിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. അല്ലെങ്കിൽ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഈ തീ കൂട്ടിയും കുറച്ചും വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒരു ലോ ഫ്ലെയിം വെച്ച് വറുത്തെടുക്കണം. കൂടുതൽ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ തേങ്ങ വറുത്ത് വെച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. ചെറിയ ബൗളായതുകൊണ്ട് ഞാനൊരു 2 പ്രാവശ്യമായിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൽ നമ്മോട്ട് വെള്ളമൊന്നും ചേർക്കൂല. ഇതിങ്ങനെ തന്നെ ഇട്ടാണ് അരക്കുന്നത്. അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളമാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മിക്സി മൂടി ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണ്. ഇനി നമുക്ക് അതൊന്നും കൂടെ പിഴിഞ്ഞ് അതിന്റെ പിശലെല്ലാം മാറ്റിക്കളയാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനോ ചീനച്ചട്ടിയോ നമുക്ക് ചൂടാക്കാൻ വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയും കൂടെ ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം.
2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാവക്ക ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ പാവക്ക മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ പുളിവെള്ളം എല്ലാം വറ്റി പാവക്ക ഒന്ന് ചെറുതായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആ മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല, കൂടുതൽ തിക്കാകാനും പാടില്ല. ഇപ്പോൾ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇങ്ങനെ ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് ഈ കറി നല്ല ടേസ്റ്റാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും ചീനച്ചട്ടി ഒന്ന് മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്യണം. കറി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറി പാകത്തിനെല്ലാം കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറി കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പം നമ്മൾ ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കറിയിലേക്ക് കടുക് പൊട്ടിച്ചിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇപ്പൊ മുളകെല്ലാം മൂത്തൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ സദ്യ സ്പെഷ്യൽ പാവക്ക തീയൽ റെഡിയായി കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.